മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മെഹർ മന്തിക്കടയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തില് വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മെഹർ മന്തിക്കട ഒരു പോസ്റ്റർ പുറത്തിറക്കുന്നു. വിഷു ആശംസകൾ അറിയിച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണന്റെ മുമ്പില് ഒരു ഫുൾ മന്തി, ഒരു ഫുൾ ചിക്കനോട് കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ. ബുദ്ധിയും വിവരവും വിവേകമുള്ള ആരെങ്കിലും ഇതൊക്കെ ചെയ്യൂ? ഇതൊക്കെ മലയാളികൾ ചിന്തിക്കേണ്ടതാ. ഈ ഒരു നെറികേടിനെതിരെ എന്തൊക്കെയാണോ നിയമപരമായിട്ട് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുക അതൊക്കെ തന്നെ നമ്മുടെ കേരള പോലീസ് സ്വീകരിക്കുക തന്നെ ചെയ്യണം. ഈ മെഹർ മന്തിക്കടയുടെ ഓണറെ നമ്മുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ഈ ഒരു വിഷയത്തിൽ പോലും മെഹർ മന്തിക്കടയുടെ ഓണറെ ന്യായീകരിച്ച് ജിഹാദികൾ രംഗത്തെത്തിയിട്ടുണ്ട്. അത്തരം കുറച്ച് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാം, ഒരു മുസൽമാൻ ആയിക്കൊള്ളട്ടെ, ഒരു ഹിന്ദു ആയിക്കൊള്ളട്ടെ, ഒരു ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, ഒരു യഥാർത്ഥ വിശ്വാസിക്കും മറ്റൊരു മതത്തിന്റെ ഒരു ആഘോഷത്തെയും ഒരു ആരാധനയെയും ഒരിക്കലും എതിർക്കാൻ സാധിക്കില്ല. അത് നമ്മുടെ രാജ്യത്ത് നിയമപരമായിട്ട് തന്നെ തെറ്റാണ് എന്നുള്ളതും സകല ഇത്തരം ആളുകളും തിരിച്ചറിയുക. ഇതിനെയൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക രീതിയിൽ മെഹർ മന്തിക്കട ഒരു മന്തിക്കടയായതുകൊണ്ടാണ് മന്തിയുടെ ഫോട്ടോ വെച്ച് വിശ്വാസംസകൾ അറിയിച്ചത് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അവരോടൊക്കെ തന്നെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം. നമ്മുടെ കേരളമൊക്കെ ഒരുപാട് കാലമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇന്നേ വരെയായിട്ട് ഒരു പന്നിക്കടക്കാരും രംഗത്തെത്തിയിട്ട് ഇന്ന ആഘോഷം വരുമ്പോ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് പെരുന്നാൾ ആശംസ എന്നൊന്നും പറഞ്ഞ് ആരും രംഗത്തിറങ്ങാറില്ലല്ലോ. അതേ മാന്യത എല്ലാവർക്കും ഇവിടെ ഉണ്ടാവണം. അതൊരു യാഥാർത്ഥ്യ. അത് മന്തിക്കടയായതുകൊണ്ട് മന്തിയെ വെച്ചു ഇത് ചെയ്തു എന്നൊന്നും പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഈ മെഹർ മന്തിക്കടയുടെ ഓണറെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതും ഈ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് മാപ്പ് പറഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ഈ മാപ്പ് പറച്ചിലില് അവിടെയും അവ്യക്തതകൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. കാരണം ആ മാപ്പ് പറച്ചിലിൽ മറ്റൊരാളാണ് ഇതൊക്കെ ചെയ്തത്, ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ശരിയാണോ? മറ്റൊരാൾ എന്നല്ല, ശരിയാണ്. ഒരു കടയുടെ ഓണർ, ഒരു സ്ഥാപനത്തിന്റെ ഓണറൊക്കെ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്യുക മറ്റൊരാളെ കൊണ്ട് തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്താൽ പോലും ആ ഡിസൈനോ ആ പോസ്റ്ററോ തന്റെ കയ്യിലേക്ക് എത്തുമ്പോ അത് വെരിഫൈഡ് ചെയ്ത് അത് ചെക്ക് ചെയ്തിട്ട് മാത്രമല്ല ഏതൊരു സ്ഥാപനവും പുറത്തുവിടും. അപ്പൊ ഇതിന്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ മെഹർ മന്തിക്കടയുടെ ഓണർക്ക് തന്നെയാണ് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും വേണ്ട. എന്തൊക്കെ തന്നെയായാലും ഈ മെഹർ മന്തിക്കടയുടെ ഓണർ മാപ്പ് ഉൾപ്പെടെ പറഞ്ഞ് കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. അതായത് പൂർണ്ണമായിട്ടും ഇയാൾ തെറ്റു ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ. പോസ്റ്റർ കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ കേരളത്തിലെ ജിഹാദികളുടെ ഒരു അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ കുറച്ച് ഉദാഹരണങ്ങളൊന്ന് മുന്നോട്ട് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരു MA ഒലവച്ചൂർ എന്ന് പറയുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ പെരുന്നാളിലാണ് ജമനിയോട് ഒരു കേരള ബാക്ക്ഗ്രൗണ്ടിൽ മനോഹരമായ ഒരു ഈദ് ആശംസ പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞത്. പുള്ളി നിമിഷങ്ങൾക്കുള്ളിൽ ഒന്ന് ഉണ്ടാക്കി തന്നു. കുറച്ച് ഹിന്ദു മുസ്ലിം സ്ത്രീകൾ ചിരിച്ചു നിൽക്കുന്നു. തൊപ്പിയിട്ട കുറച്ച് കുട്ടികൾ, ഒരു പള്ളി തൊട്ടടുത്ത് ക്ഷേത്രം, പുഴയിൽ കുറെ ബോട്ടുകൾ, എല്ലാ ബോട്ടുകൾക്ക് മുകളിലും ചന്ദ്രക്കലയുള്ള പച്ചക്കൊടി. പടച്ചോനെ, കൊടി ലീഗിൻ്റെതാണോ അതോ പാകിസ്ഥാൻ്റെതോ? ഗവേഷണം നടത്താനൊന്നും സമയമില്ല, അതൊക്കെ അതല്ല ഇതാണ് എന്ന് പറഞ്ഞ് അവന്മാരെ ബോധ്യപ്പെടുത്താൻ ഒക്കെ അസാധ്യമായ അന്യായമാണ്. പോസ്റ്റർ പോസ്റ്റാതെ തൽക്കാലം തടി കഴിച്ചിലാക്കി. ഇതുപോലെ മറ്റൊന്നാണ് ഈ വിഷു പോസ്റ്റർ. ഒരു മന്തിക്കടക്കാരൻ തന്റെ ഹോട്ടൽ പരസ്യത്തിന് ഒരു വിഷു പോസ്റ്റർ ഉണ്ടാക്കാൻ AI ആവശ്യപ്പെട്ടു. പുള്ളിക്കാരൻ ഉണ്ടാക്കി കൊടുത്തതാണ് ഇത്. നല്ല ചിക്കൻ മന്തി, അത് കൊതിയോടെ തിന്നാൻ നോക്കുന്ന ഉണ്ണിക്കണ്ണൻ ഗംഭീര മുതലാളി കച്ചവടം കൊയ്ക്കട്ടെ എന്ന് കരുതി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ ശശികല വഴി കേരളം മൊത്തം ഏറ്റെടുത്തു, മിക്കവാറും ഇന്ത്യ മൊത്തം എത്തിയിട്ടുണ്ടാവും. മുസ്ലിങ്ങളെ കുറിച്ച് നിരന്തരം പച്ചക്കള്ളങ്ങള് വിളമ്പി ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നടക്കുന്ന ടീമിന് ഇപ്പോൾ ശരിക്കും ഒരു ട്രൂ കേരള സ്റ്റോറി കിട്ടി. ഇനി ഒരു 50 കൊല്ലം ഹിന്ദുക്കളെ ഉണർത്താൻ ഇവർക്ക് ഇത് മതിയാവും. നിന്റെ മാപ്പ്, അതായത് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഈ നാടിന്റെ ഐക്യം തകർക്കുന്നതല്ലേ. ഇത്തരം ആളുകളാണ് ഇപ്പൊ നമ്മുടെ നാടിന്റെ അപകടം എന്ന് പറയുന്നത്. ഒരു യഥാർത്ഥ വിശ്വാസിക്കും, ഒരു മതത്തിലുള്ള യഥാർത്ഥ വിശ്വാസിക്കും
ഈ മന്തിക്കടയുടെ ഓണർ ഒന്നും ചെയ്തതുപോലെ ചെയ്യാൻ സാധിക്കൂല. അതേസമയം ജിഹാദിസം സുഡാപ്പിസം തലക്ക പിടിച്ചവർ ഇതൊക്കെ ചെയ്യും. അതാണ് വലിയ യാഥാർത്ഥ്യം. ഈ കേരള പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടത് മനഃപൂർവ്വമാണോ, മനഃപൂർവ്വമല്ലേ കാര്യങ്ങളൊക്കെ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പൊ അത് അന്വേഷണം നടത്തണം. പക്ഷെ നിങ്ങൾ ഈ ഒരു പോസ്റ്റർ എന്തോ നിറികേട് ചെയ്താലും ന്യായീകരിക്കാൻ ഇത്തരം കുറെ നിറികെട്ടവന്മാര് നമ്മൾക്കിടയിലില്ലേ? നമ്മുടെ കേരളത്തിൽ ഇത്തരം ആളുകളുടെ ഒരു ഇത് സകല മലയാളികളും വിവേകത്തോടു കൂടി ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ AI ഒക്കെ പിടിച്ച് പാകിസ്ഥാൻ കൊടി പോലും ഇങ്ങോട്ടേക്ക് ഉണ്ടാകാൻ നോക്കുന്നുണ്ട്. അത് മറ്റൊരു യാഥാർത്ഥ്യം. അതായത് രാജ്യത്തിന്റെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ കൊടി ഇവിടെ ഉപയോഗിക്കരുത് എന്ന്, അത് മിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കരുത് എന്നുള്ള ഈ രാജ്യത്ത് ഓരോ പൗരന്റെ ഉത്തരവാദിത്വം കടമയൊക്കെ തന്നെയാ. അപ്പൊ ഒരു സാധനം ഉണ്ടാക്കി തരികയാണെങ്കിൽ അതെന്താണെന്ന് നോക്കാൻ മനുഷ്യന് കഴിവില്ലേ? അത് നോക്കിയിട്ടല്ല ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് AI ചെയ്ത ന്യായീകരിക്കുന്നതാണോ? ഈ ഓണർ മാപ്പൊക്കെ പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷെ ഇപ്പോഴും ന്യായീകരണം നടക്കുക. മറ്റൊരു മതത്തിന്റെയും ആരാധനയോ ആഘോഷങ്ങളെയോ ഒരിക്കലും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഇവർ ചില ആളുകൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തൻ്റേത് മാത്രമാണ് വലുത് എന്ന് കരുതുന്നതാ. അങ്ങനെയല്ല ചിന്ത ഉണ്ടാവേണ്ടത്. ഈ രാജ്യത്തുള്ള എല്ലാ മതങ്ങളും താനെങ്ങനെയാണോ തൻ്റെ മതത്തെ വിശ്വസിക്കുന്നത് അതേപോലെ തന്നെ മൂല്യമുള്ളതാണ് എന്ന് ഇത്തരം ജിഹാദികൾ തിരിച്ചറിയാത്തതാണ് നമ്മുടെ നാടിന്റെ അപകടം. മറ്റൊരു കമന്റ് കൂടി ഞാനൊന്ന് വായിച്ചു തരാം. ഒരു വർഗീയ ലഹള ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല അത് ചെയ്തിരിക്കുന്നത്. ഒരു ബിസിനസ് സ്വന്തം നിലയ്ക്ക് ശവക്കുഴി ആരെങ്കിലും വെട്ടുമോ? പല രീതിയിലും ആളുകളിലേക്ക് എത്തിക്കാൻ പല തന്ത്രവും പല ബിസിനസ്സുകാരും ഇവിടെ ഉപയോഗിക്കാറുണ്ട്. ഇതൊന്നും നിഷ്കളങ്കമാണ് എന്നൊന്നും ഒരിക്കലും പറയാനൊന്നും സാധിക്കൂല. ഇതൊക്കെ പലതരത്തിലുള്ള ന്യായീകരണങ്ങളാണ്. തുടർന്ന് നോക്കാം. അവർ ഒരു വെറൈറ്റി ആയി വിഷുവിന് വന്ന് മന്തി കഴിക്കാം എന്നൊരു അർത്ഥമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഇതിൽ ഇത്രമാത്രം അസ്വസ്ഥമാകേണ്ടതുണ്ടോ? ഇനി അങ്ങനെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു, അയാൾ അതിന് മാപ്പും ചോദിച്ചു. വിശ്വാസികൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്നും പറഞ്ഞു. ഒരാൾ ക്ഷമ ചോദിച്ചാൽ മാപ്പ് ചോദിച്ചാൽ പിന്നീട് അയാളെ ഉപദ്രവിക്കരുത്. അതാണ് സാമൂഹിക മര്യാദ. അയാൾ അയാളുടെ തെറ്റ് അംഗീകരിക്കുകയാണ് ചെയ്തത്. അത് നല്ലൊരു മനസ്സിന്റെ ഉടമയ്ക്ക് അത് കയ്യോ വിട്ടുകളയോ. ഇതാരും ഇവിടെ ഉപദ്രവിക്കാനോ ഇതിവിടെ വലിയ ഇത് എന്തുകൊണ്ട് കേരളത്തിൽ ചർച്ച ചെയ്യണം? ഇത് ചർച്ച ചെയ്താലേ വരുന്ന ആളുകളിലും ഹിന്ദു മതവിശ്വാസ പ്രകാരം വിഷു നടക്കുമ്പോൾ ഓണം നടക്കും, ഇങ്ങനെ ഏതൊരു മതവിശ്വാസം, ക്രിസ്മസ് ആയിക്കോട്ടെ, ചെറിയ പെരുന്നാളായിക്കോട്ടെ, വലിയ പെരുന്നാൾ, എന്ത് നടക്കുമ്പോഴും അതിനെയൊന്നും അപമാനിക്കരുത് എന്ന് അറിയണമെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചർച്ച ചെയ്യണം. പക്ഷെ ഇവിടെ ഈ വെളുപ്പിക്കലിൽ ഇതൊക്കെ അത്രത്തോളം അസ്വസ്ഥത ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നൊക്കെയാ ചോദിക്കുന്നത്. ഇതൊക്കെ ഒരു ഒന്നൊന്നര വെളുപ്പിക്കലാണ്. ഇവിടെ ചോദ്യം ചോദിച്ചിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നതല്ലേ. അപ്പൊ ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് അറിയില്ലെങ്കിൽ ആ വിഷയത്തെ തൊടാതിരിക്കുക. ഈ ചോദ്യം ചോദിച്ചതിന് ആക്രമണം നടത്തിയിട്ട് നമ്മുടെ നാടെത്രത്തോളം അപമാനം സഹിച്ചിട്ടുണ്ട് നമ്മളൊക്കെ കണ്ടതല്ലേ, ഇത്ര ക്രൂരമായിട്ട്. പക്ഷെ ചർച്ച ഇവിടെ ഉയരണം. ഏതൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചാലും ചർച്ചകളിലൂടെ അത് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് വരുന്ന നാളുകളിൽ ഇനി വിഷു വരുമ്പോ ഇതൊന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ, ഇതൊന്നും ചർച്ചയായിട്ടില്ലെങ്കിൽ ഇത്തരം ആളുകള് ഇനി നാളെയും മന്തിക്കടയിൽ വിഷു വരുമ്പോഴും ഓണം വരുമ്പോഴും ഇത്തരത്തിലുള്ള ഓരോന്നുമായിട്ട് ആളുകൾ പല രീതിയിൽ വരൂലേ. ക്രിസ്മസ് വരുമ്പോ, ചെറിയ പെരുന്നാൾ വരുമ്പോ, അത് ഒരു മതത്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉപദ്രവവും ഇല്ലാതെ മുന്നോട്ട് പോകണം. നാടിന്റെ ഐക്യം ഇവിടെ നിലനിർത്തണം. പക്ഷെ ചില ആളുകളുണ്ട്, എന്ത് പോക്കൃത്തരം ഇത്തരം ആളുകൾ ചെയ്താലും ജിഹാദിസം തലക്ക് പിടിച്ച കുറച്ച് ആളുകൾ ചാടിങ്ങ് വീഴും. ഇതെന്താ അസ്വസ്ഥമാവാനുണ്ട് എന്ന നിഷ്കളങ്കമായ ചോദ്യങ്ങൾ കാണുമ്പോൾ പൂച്ചിച്ച് തള്ളാനാകുന്നത്. നമ്മുടെ നാടിന്റെ ഐക്യം ഇത്തരം സുഡാപ്പികളൊക്കെ ജിഹാദികളൊക്കെ തകർക്കാൻ ശ്രമിക്കും. ഇതിൽ ഇത്തരം ആളുകളെയൊക്കെ സകല ആളുകളും പുച്ഛിച്ചു തള്ള നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങള് മെഹർ മന്തിക്കടയുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണങ്ങൾ തന്നെ നടത്തട്ടെ.